ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എപ്പോഴും കറക്റ്റായിട്ട് ഓക്കെ ആയിട്ടില്ല, എങ്കിൽ പോലും ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടെലഗ്രാം എയർഡ്രോ പ്രൊജക്റ്റുകളുടെ എല്ലാം തന്നെ അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലമ്മിൻ്റെ സീസൺ 2 ആണ്. ഞാൻ ബ്ലമ്മിൻ്റെ ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴും ആദ്യം തന്നെ പറയുന്ന കാര്യമാണ്, ബ്ലമ്മിൻ്റെ റോഡ് മാപ്പിൽ ഇതുവരെ അവർ ലിസ്റ്റിംഗ് കൊടുത്തിട്ടില്ല, അതായത് TGE കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണ്. ബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ടെലഗ്രാമിൽ വരുന്ന ഒരു ടാപ്പ് ടു ആണ്, അല്ലെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ട് എയർ ഡ്രോപ്പ് കിട്ടുക എന്ന് പറയുന്ന ഒരു എയർ ഡ്രോപ്പ് ഫാമിംഗ് പ്രൊജക്റ്റ് അല്ല, ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ് എന്ന കാര്യം ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം നിലവിൽ അത് തന്നെയാണ് അവരുടെ സീസൺ 2 എയർ ഡ്രോപ്പിൻ്റെ റോഡ് മാപ്പിലും കാണാൻ പറ്റുന്നത്. അപ്പോൾ സീസൺ 1 എയർ ഡ്രോപ്പ് ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ച് സീസൺ 1 പോയിന്റ്സ് മിസ്സായി എന്നല്ല അർത്ഥം. സീസൺ 1 പോയിന്റ്സും സീസൺ 2 പോയിന്റ്സും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എയർ ഡ്രോപ്പ് അലോക്കേഷൻ തീരുമാനിക്കപ്പെടുക. ഓക്കെ, ഇത്രയും കൂടുതൽ യൂസേഴ്സിന് ഒരു വലിയ എയർ ഡ്രോപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് നിയർലി ഇമ്പോസിബിൾ എന്നല്ല, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം നിയർലി 100 മില്യൺ യൂസേഴ്സോളം ഇപ്പോൾ ബ്ലംബിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും കൂടുതൽ യൂസേഴ്സ് കൂടാനുള്ള കാരണം എന്താണ്? ഒന്ന് എന്ന് പറഞ്ഞത് ടെലഗ്രാമിൽ വരുന്ന ഒരു എയർ ഡ്രോപ്പ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈസിലി ഈ ഒരു എയർ ഡ്രോപ്പ് ഫാം ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഒരു സാധനമാണ് MP എന്ന് പറയുന്ന മീം പോയിന്റ്സ്. ഈ മീം പോയിന്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ട്രേഡ് ടു ഏൺ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു മീം പോയിന്റ്സ്, അതായത് MP പോയിന്റ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വന്തം മീം കോയിൻ എന്ത് ചെയ്യാം, ഈ ഒരു മീം പാഡിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 500 പോയിന്റ്സ് കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ ടോക്കണിൻ്റെ ഡെക്സിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് 10,000 MP പോയിന്റ്സ് കിട്ടും. അതുപോലെ തന്നെ ട്രേഡ് ഓൺ മീം പാഡ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 പോയിന്റ്സും കിട്ടുന്നതാണ്. ഓക്കെ, മിനിമം $10 വേർത്തായുള്ള സിംഗിൾ ട്രാൻസാക്ഷൻ, അതായത് ഒരൊറ്റ ട്രേഡിൽ നിങ്ങൾ $10 മേലെങ്കിലും സ്പെൻഡ് ചെയ്യണം, എങ്കിൽ മാത്രമാണ് 50 പോയിന്റ്സ് കിട്ടുക. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കോയിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് 500 പോയിന്റ്സ് കിട്ടും. അതുപോലെ തന്നെ ഡെക്സിലേക്ക് ആ കോയിൻ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് 10,000 പോയിന്റ്സ് എക്സ്ട്രയും കിട്ടുന്നതാണ്. ഓക്കെ, $10 മുകളിലുള്ള ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു MP പോയിന്റ്സ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഈ MP പോയിന്റ്സ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം തന്നെ ആയിരിക്കും. കാരണം ട്രേഡിംഗ് വോളിയത്തിന് ബന്ധപ്പെട്ട കാര്യമാണ് ഈ MP എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക. അത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിലവിൽ പുതുതായിട്ടൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഴയ പോലെ തന്നെയാണ്. ഡെയിലി വരിക, ബ്ലം പോയിന്റ്സ് കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഡ്രോപ്പ് ഗെയിം കളിക്കുക, അതെല്ലാം സെയിം കാര്യങ്ങൾ തന്നെയാണ്. വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും നിലവിൽ വന്നിട്ടില്ല. ഒരു മീം പോയിന്റ്സ് മാത്രമാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ 2 ടാസ്കുകൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുക. ഒന്ന് ചെയ്ത് നോക്കുക, ഈസിയാണ്, വലിയ പാടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഒരു ഗൈഡ് വീഡിയോ ചെയ്യാം. ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ടാണ് വീണ്ടും ലോങ് ആക്കാത്തത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് പാർട്ടിൻ്റെ അപ്ഡേറ്റ് ആണ്. ഡ്രിഫ്റ്റ് പാർട്ടിക്ക് പുതിയ അപ്ഡേറ്റ്സോ കാര്യങ്ങളൊന്നും മെയിനായിട്ട് വരുന്നില്ല. അവരാകെ ട്വിറ്ററിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോക്കൺ നല്ല വാല്യൂ ഉണ്ടാകും, അതുപോലെ തന്നെ ഇത് ഹാർട്ട് ഓഫ് ദ എക്കോസിസ്റ്റം ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു പ്രൊജക്റ്റിൽ ആകെ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ബൈനാൻസിൻ്റെ ലാബ് ഇൻക്യുബേഷൻ പ്രോഗ്രാമിൽ ഇവർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവർക്ക് നല്ല ഫണ്ടിങ്ങും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഫണ്ട് സ്കാം ചെയ്യാതെ നമുക്ക് എയർ ഡ്രോപ്പ് തരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ കുറച്ച് കാലം മുൻപ് ടെലഗ്രാമിൽ പറഞ്ഞിരുന്നു, പഴയ ബൈനാൻസ് അല്ല ഇപ്പോഴത്തെ ബൈനാൻസ് എന്നുള്ള കാര്യം. പണ്ട് ബിനാൻസ് ലാബ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രൊജക്റ്റ് ആവുന്ന 100 അല്ല 101% നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല വരുന്നത്. ബിനാൻസ് ലാബ് വെറുതെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വെറുതെ ഇൻക്യുബേഷൻ പ്രോഗ്രാമിൽ കുറേ പ്രൊജക്റ്റുകൾ വാരി വലിച്ച് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഷിറ്റ് കോയിൻസിനെ ലിസ്റ്റ് ആക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ബിനാൻസ് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത് ഭയങ്കര പ്ലസ് പോയിൻ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരുപാട് യൂസേഴ്സും ഉണ്ട്, കാരണം ടെലഗ്രാം എയർ ഡ്രോപ്പാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ മാത്രം വെക്കുക. ഞാൻ ഒരിക്കലും നെഗറ്റീവ് പറയല്ല, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ കുറച്ച് വെക്കാൻ മാത്രമാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്രൊജക്റ്റും സ്കാമാണെന്ന് പറയാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. ആ ഒരു കാര്യം മനസ്സിലാക്കുക. റിയലിസ്റ്റിക്കലി എത്ര എയർ ഡ്രോപ്പ് ടെലഗ്രാമിൽ നിന്ന് കിട്ടും എന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി മാത്രം പോവുക. നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോർമിൻ്റ് ആണ്. ഡോർമിൻ്റിൽ യൂസ് കേസുകൾ കൂട്ടാനുള്ള ശ്രമം ഉറപ്പായിട്ട് അവരുടെ ടീം ചെയ്യുന്നുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഡോർമിൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ലീപ്പിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. എന്ന് വെച്ചാൽ ആൾക്കാരുടെ സ്ലീപ്പ് ബെറ്റർ ആക്കുക, ബെറ്റർ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡോർമിൻ്റ് പ്രൊജക്റ്റിൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതുവരെ ഒരു കാര്യങ്ങളും അവർ സ്ലീപ്പിന് ബന്ധപ്പെട്ട് അവരുടെ ബോട്ടിൽ വരുന്നില്ലായിരുന്നു. കോയിൻ്റെ പേര് മാത്രം സ്ലീപ്പ് കോയിൻ, പക്ഷേ ഒരു രീതിയിലുള്ള സ്ലീപ്പിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇതുവരെ ഡോർമിൻ്റ് അവൈലബിൾ ആയിരുന്നില്ല. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഡോർമിൻ്റിൽ ഇന്ന്, അതായത് ഡിസംബർ 30 നമുക്ക് AI സ്ലീപ്പ് ഏജൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡോർമിൻ്റെ ടെലഗ്രാം ബോട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ യൂസ് കേസുകൾ തീർച്ചയായിട്ടും കൂട്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടോക്കൺ വാല്യൂ ഉണ്ടാവും എന്ന കാര്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ
ഇതുവരെ ലിസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളോ അതുപോലെ തന്നെ റോഡ് മാപ്പോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും എടുത്തു പറയാനുമില്ല. അപ്പോൾ യൂസ് കേസുകൾ വരുന്നുണ്ട്. യൂസേഴ്സ് കൂടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള അഡ്വാൻറ്റേജ് നമുക്ക് ഏർലി ആയിട്ട് കയറിയവർക്ക് കിട്ടും. കാരണം ഡോർമിൽ അൺലിമിറ്റഡ് റെഫറൽസ് കാര്യങ്ങളൊന്നും ഇല്ല, ലിമിറ്റഡ് ആണ്. 5-10 ആൾക്കാരെ മാത്രമാണ് ഒരാൾക്ക് റെഫർ ചെയ്യാൻ പറ്റുക. അതിൻ്റെ മേലേക്ക് റെഫറൽ ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റെഫറൻസ് ഉള്ളവർക്ക് മാത്രം എയർഡ്രോപ്പ് എന്ന കാര്യം ഡോർമെന്റിൽ പോവില്ല എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ റെഫറൻസിൻ്റെ ലിമിറ്റ് എടുത്ത് കളഞ്ഞുകൊണ്ട് വിളമ്പിനെ പോലെ ആകുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും വെയിറ്റ് ചെയ്ത് തന്നെ കാണേണ്ട കാര്യമാണ്. നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൂപ്പാണ്. ചിക്കൂപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നോട്ട് കോയിനുമായിട്ട് പാർട്ണർഷിപ്പ് ഉള്ള ഒരേ ഒരു നല്ല പ്രൊജക്റ്റ്, കറക്റ്റായിട്ട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് ഇതുവരെ ചെയ്തു പോകുന്ന പ്രൊജക്റ്റാണ് ചിക്കൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ ടോക്കണോമിക്സ് പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 40% നമുക്ക് കിട്ടുന്ന എയർഡ്രോപ്പ് അലോക്കേഷൻ. 100% ടോട്ടൽ സപ്ലൈയിൽ നമ്മൾക്ക് 40% ചിക്കൂപ്പിൻ്റെ ടീം നമുക്ക് എയർഡ്രോപ്പായിട്ട് തരാൻ വെച്ചിട്ടുള്ളത്. അതിന് സീസൺ 1 സീസൺ 2 ഒക്കെ ഉണ്ടാവുന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 2-3 സീസണാക്കി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്നും വലിയ എയർഡ്രോപ്പ് ഒന്നും നമുക്ക് കിട്ടില്ല. സീസൺ 1 ആണ്, സീസൺ 1 മാത്രമാണ് എയർഡ്രോപ്പ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഏർലി ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. ഈ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും നേരത്തെ ജോയിൻ ചെയ്തവർക്ക് ഉറപ്പായിട്ടും നല്ല പോയിന്റ്സ് ഉണ്ടാവും. ആക്റ്റീവായിട്ട് ഫാം ചെയ്തവരാണെങ്കിൽ അവർക്ക് നല്ലൊരു എക്സ്പെക്റ്റേഷൻ വെക്കാൻ പറ്റുന്ന പ്രൊജക്റ്റാണ് ചിക്കൂപ്പ്. പുതിയ യൂസേഴ്സ് ഒന്നും വലിയ രീതിക്ക് എക്സ്പെക്ട് ചെയ്യരുത്. കാരണം ഒരുപാട് സമയം ലേറ്റായി കഴിഞ്ഞു. 5-6 മാസം മുൻപ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റാണ് ചിക്കൂപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ പ്രൊജക്റ്റുകളൊന്നും സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ലിങ്കെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ലിങ്കുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യൂ കോയിൻ ആണ്. ഡബ്ല്യൂ കോയിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് ഇപ്പോൾ നിലവിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത് 25-ാം തീയതിയാണ്, ജനുവരി മാസം. അതായത് ജനുവരി 25, 2025 നമുക്ക് ഈ ഒരു ഡബ്ല്യൂ കോയിൻ്റെ ലിസ്റ്റിംഗ് കാണാൻ പറ്റുക. വളരെ വളരെ എക്സ്പെക്ടേഷൻ എനിക്ക് കുറവുള്ള പ്രൊജക്റ്റാണ് ഡബ്ല്യൂ കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം സെയിം കേസ് തന്നെയാണ്, ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫണ്ടിങ് വളരെ വളരെ കുറവാണ്. അതുപോലെ തന്നെ എക്സ്ചേഞ്ചുകൾ വേണ്ട പാർട്ണർഷിപ്പും വളരെ കുറവാണ്. ഇവർ ആകെ വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് ബിറ്റ്ഗെറ്റിലായിരിക്കും. കാരണം എല്ലാ ചവർ കോയിൻസും ലിസ്റ്റ് ആക്കുന്ന ഒരു എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബിറ്റ്ഗെറ്റാണ്. അതുകൊണ്ട് തന്നെ ബിറ്റ്ഗെറ്റിൽ വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ബിറ്റ്ഗെറ്റിൽ മാത്രം. ഇനി അത്യാവശ്യം നല്ല എക്സ്ചേഞ്ചുകളുമായിട്ട് പാർട്ണർഷിപ്പ് വരികയാണെങ്കിൽ ബൈബിറ്റിലും Gate.ioയിലൊക്കെ തന്നെ വരുന്നതാണ്. അപ്പോൾ എക്സ്ചേഞ്ചുകളുടെ എണ്ണം കൂടിയെന്ന് വെച്ചും കാര്യമില്ല. നമുക്ക് എയർ ഡ്രോപ്പിൻ്റെ എമൗണ്ടിലപ്പോൾ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ എക്സ്ചേഞ്ചുകളുടെ എണ്ണം കൂടുന്തോറും അത്രയും ട്രേഡിംഗ് വോളിയം വരാനും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലേക്ക് കോയിൻ്റെ പ്രൈസ് കൂടാനും ഒരു സാധ്യത മാത്രം നമുക്ക് പറയാം. അതാണ് എക്സ്ചേഞ്ചുകളുടെ എണ്ണം കൂടുമ്പോഴുള്ള ഗുണം. അല്ലാതെ ഒരു എക്സ്ചേഞ്ച് മാത്രമാണെങ്കിൽ ആ എക്സ്ചേഞ്ചിലുള്ളവർക്ക് മാത്രമല്ല ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് വാലറ്റ് ആണ്. ഒരുപാട് കാലമായിട്ട് നമ്മൾ ഫാമിംഗ് ചെയ്യുന്ന ഒരു വാലറ്റ് അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് ഫാമിംഗ് പ്രൊജക്റ്റാണ് ഹോട്ട് വാലറ്റ് എന്ന് പറയുന്നത്. ഞാൻ അത്യാവശ്യം ടെലഗ്രാമിൽ നിന്ന് ഇനി കിട്ടാൻ പോകുന്നൊരു നല്ല എയർ ഡ്രോപ്പ് എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ഹോട്ട് വാലറ്റ്. എക്സ്പെക്ടേഷൻ മാത്രമാണ്, ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ വരുന്ന ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മളെ സ്കാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നിലവിൽ പ്രീ മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ $15, $20 ഒക്കെയാണ് നമുക്ക് ഒരു ടോക്കൺ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ടോക്കൺ നല്ല വില ഉണ്ടാവുമെന്ന കാര്യം ഏകദേശം നമുക്ക് കൺഫേംഡ് ആണ്. എന്ന് വെച്ച് ഒരിക്കലും ആ വില വരില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം എനിക്ക് മാക്സിമം തോന്നുന്ന ഒരു $5 അല്ലെങ്കിൽ ഒരു $3 to $4 മാത്രമാണ് ഒരു ടോക്കൺ വില വരാൻ സാധ്യത. ആ ഒരു വില വരണമെന്നുണ്ടെങ്കിൽ സ്കാമുകളോ കാര്യങ്ങളോ ഒന്നും നടത്താതെ കൃത്യമായിട്ട് ഒരു ലിസ്റ്റിംഗ് ചെയ്യണം. അങ്ങനെ ലിസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഒരു ടോക്കണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, $4 to $5 വരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു സ്കാമോ കാര്യങ്ങളോ ഈ ഫണ്ടിങ് മുക്കാനുള്ള പരിപാടിയോ ഒന്നും ഉണ്ടാവരുത്. എല്ലാം കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു പ്രൈസിൽ നമുക്ക് ഈ ഹോട്ട് ടോക്കൺ ലിസ്റ്റ് ആവുന്ന കാണാൻ പറ്റും. അപ്പോൾ ലിസ്റ്റിംഗ് അടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം മിഷൻസ് ആർ ക്ലോസിംഗ് എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് നിലവിൽ വന്നിട്ടുണ്ട്. ജനുവരി 1-ാം തീയതിക്ക് മുൻപായിട്ട് തന്നെ എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യാം. മിഷൻസ് എല്ലാം ക്ലോസ് ചെയ്യാൻ പോവാണ്. മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്കാം നടക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസരമാണിത്. കാരണം മിഷൻസ് ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിലവിലുള്ള പഴയ മിഷൻസ് എല്ലാം എടുത്ത് കളഞ്ഞുകൊണ്ട് പുതിയ മിഷൻസ് കൊണ്ടുവരികയാണ് ഇവരുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രൊജക്റ്റ് ഒന്നും വലിയ രീതിയിലുള്ള എക്സ്പെക്ടേഷൻ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓൾറെഡി തരാനുള്ള കാര്യമാണെങ്കിൽ ഇവരെപ്പോഴും ലിസ്റ്റ് ആക്കേണ്ട സമയമായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മിഷൻസ് കഴിഞ്ഞ് അടുത്ത ന്യൂസ് ലിസ്റ്റിംഗ് അല്ല അല്ലെങ്കിൽ ടോക്കണോമിക്സ് അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രൊജക്റ്റും വലിച്ചു നീട്ടി ഡയലൂട്ട് ആക്കാനുള്ള പരിപാടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിലവിൽ ഈ മിഷൻസ് പോയി പുതിയ മിഷൻസ് വരാതെ ഈ മിഷൻസ് എല്ലാം ക്ലോസ് ആക്കിക്കൊണ്ട് ഇനി ടോക്കണോമിക്സ് റിലീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു എക്സ്പെക്ടേഷൻ വെക്കാൻ പറ്റുന്ന പ്രൊജക്റ്റാണ് ഹോട്ട് വാലറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത പ്രൊജക്റ്റ് ഹോട്ട് വാലറ്റിനെ പോലെ തന്നെ നമ്മൾ വളരെയധികം ഇംപ്രസീവായിട്ട് കാണാൻ പറ്റുന്ന പ്രൊജക്റ്റാണ് സൂയി ബ്ലോക്ക് ചെയിനിൽ വരുന്ന വേവ് വാലറ്റിൻ്റെ പ്രൊജക്റ്റ്. ഇവിടെ നമുക്ക് റോഡ് ടു TGE എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാ ദിവസവും നമുക്ക് ഓരോ മിസ്റ്ററി ബോക്സ് വെച്ച് കിട്ടുന്നതാണ്. എല്ലാ ദിവസവും നിങ്ങൾ ഗെയിമിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും മിസ്റ്ററി ബോക്സ് കിട്ടുന്നതാണ്. അപ്പോൾ ആ മിസ്റ്ററി ബോക്സ് തീർച്ചയായിട്ടും ഓപ്പൺ ചെയ്ത് പോവുക. അപ്പോൾ ഈ മിസ്റ്ററി ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇവൻറ്റ്സ് എന്ന് പറയുന്ന പേജിലേക്ക് വരിക. ഇവിടെ നമുക്ക് റോഡ് ടു TGE എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിലേക്ക് കയറാം. ഓക്കെ, കയറി കഴിഞ്ഞാൽ എല്ലാ
ദിവസം നമുക്ക് ഓരോ ടാസ്കുകൾ ട്വിറ്ററിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. ഇവിടെ ജസ്റ്റ് ഷെയർ കൊടുക്കുക, ബാക്ക് അടിക്കുക, അപ്പോൾ തന്നെ നമുക്ക് ക്ലെയിം വന്നിട്ടുണ്ടാവും. ആ ഒരു ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും ഈ ഒരു വേവ് ടോക്കൺസ് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ജനുവരി മാസത്തിൽ തന്നെ ലിസ്റ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാ ദിവസവും മറക്കാതെ മിസ്റ്ററി ബോക്സ് ഓപ്പൺ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വേവ് ടോക്കൺസ് മാക്സിമം എടുക്കാൻ നോക്കുക. വേവ് ടോക്കൺസ് കിട്ടാനുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ ഡി ആപ്സ് പോയി കഴിഞ്ഞാൽ സ്റ്റേക്കിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സ്റ്റേക്കിംഗ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഓഷ്യൻ ടോക്കൺ സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. ഓഷ്യൻ ടോക്കൺ സ്റ്റേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വേവ് ടോക്കൺ തിരിച്ച് റിവാർഡായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ വേവ് ടോക്കൺ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആ ഒരു കാര്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വേവ് ടോക്കൺ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ നമുക്ക് ഗെയിംസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗെയിംസും അവൈലബിൾ ആണ്. ലക്കി വീല്, ബാറ്റിൽ ഗെയിം എല്ലാം അവൈലബിൾ ആണ്. ഇതെല്ലാം കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അവിടുന്ന് നമുക്ക് ഈ ഒരു വേവ് ടോക്കൺസ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. മാക്സിമം വേവ് ടോക്കൺസ് ഏൺ ചെയ്ത് വെക്കാൻ നോക്കുക. വേവ് ടോക്കൺ ആണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് പിക്സൽ ആണ്. നോട്ട് പിക്സലിൽ ഫാമിംഗ് എൻഡായി കഴിഞ്ഞു, എയർ ഡ്രോപ്പ് ഫാമിംഗ് എൻഡായി. അപ്പോൾ നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടാനായിട്ട് 2 മെയിൻ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ 1,00,000 PX പോയിന്റ്സ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ മാസം തന്നെ ഞാൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിരുന്നു. എല്ലാവരും ടെലഗ്രാം ബാറ്റിലെല്ലാം പങ്കെടുത്ത് 1,00,000 PX ആക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി 1,00,000 PX ആക്കിയവർക്ക് ഒരു ടോൺ ക്യാപ്ച, അതായത് ബോട്ടുകളെ റിമൂവ് ചെയ്യാനുള്ള ഒരു ഹ്യൂമൻ വെരിഫിക്കേഷനും കൂടെ ചെയ്യണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടോൺ ട്രാൻസാക്ഷൻ 0.1 ടോണിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ അത് ക്ലോസ്ഡ് ആയിരുന്നു, വീണ്ടും അത് റീ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടോൺ ക്യാപ്ച കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ടോൺ ക്യാപ്ച ക്ലിക്ക് ചെയ്യുക, അവിടെ മേക്ക് ട്രാൻസാക്ഷൻ ഉണ്ടാവും. ആ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ടോൺ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി ടോൺ കീപ്പറിലേക്ക് പോകും. അവിടെ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ 0.1 ടോണിൻ്റെ ട്രാൻസാക്ഷൻ സെൻഡ് ചെയ്യുക. ഓക്കെ, സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂറിനകത്ത് തന്നെ നമുക്ക് റിപ്ലൈ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എൻക്രിപ്റ്റഡ് കോഡ് കിട്ടും. ആ ഒരു എൻക്രിപ്റ്റഡ് കോഡ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കോഡ് എന്ന് പറഞ്ഞ കോഡ് കാണാൻ പറ്റും. ആ ഒരു കോഡ് കോപ്പി ചെയ്യുക, നിങ്ങളുടെ നോട്ട് പിക്സലിൻ്റെ ബോട്ടിലേക്ക് വരിക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സംഭവം ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയി, നിങ്ങൾ എയർ ഡ്രോപ്പിന് എലിജിബിൾ ആയി കഴിഞ്ഞു. ആ 2 ടാസ്കുകൾ മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് എത്ര PX ഉണ്ടോ അതിനനുസരിച്ചുള്ള റിവാർഡ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് അലോക്കേഷൻ വരുന്ന സമയത്ത് കിട്ടുന്നതാണ്. ടെലഗ്രാം എയർ ഡ്രോപ്പ് ആയതുകൊണ്ട് തന്നെ, അതായത് ടെലഗ്രാം സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത നോട്ട് കോയിൻ, ഡോക്സ്, അതിനുശേഷം വരുന്ന പ്രൊജക്റ്റാണ് ഈ ഒരു PX, അതായത് നോട്ട് പിക്സൽ. ഓക്കെ, ലോസ്റ്റ് ഡോക്സ് എന്തായി എന്നുള്ള കാര്യം ഇതുവരെ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ലോസ്റ്റ് ഡോക്സിൽ ചെറിയ ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇപ്പോൾ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇതുവരെ അപ്ഡേറ്റ്സോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ലിസ്റ്റിങ്ങിനെ പറ്റി. ഓക്കെ, അടുത്തതായിട്ട് ലിസ്റ്റിംഗ് വരുന്നത് നോട്ട് പിക്സൽ ആവാനായിട്ട് സാധ്യത ലോസ്റ്റ് ഡോക്സിന് മുൻപ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ടെലഗ്രാമിൻ്റെ അടുത്ത പ്രോജക്റ്റായിട്ട് വരുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ഫണ്ടിങ് ഉണ്ടാവുമെന്ന കാര്യം ഉറപ്പായിട്ടും പറയാൻ പറ്റും. പക്ഷേ യൂസേഴ്സിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലായാൽ മാത്രമാണ്, എത്ര യൂസേഴ്സ് എലിജിബിൾ ആണ് എന്ന് മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് നല്ല എയർ ഡ്രോപ്പ് കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റുക. ഇനി അടുത്തതായിട്ട് പറയാനുള്ള അപ്ഡേറ്റ് ആണ് സീഡിൻ്റെ കാര്യം. സീഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവരുടെ ടീമിന് തന്നെ ഒരു ഉറപ്പില്ല എന്നാണ് ലിസ്റ്റ് ആക്കേണ്ടത് എന്നുള്ള കാര്യം. ആദ്യം പറഞ്ഞു നവംബറാണ് ലിസ്റ്റിംഗ് എന്നുള്ള കാര്യം. നമ്മൾ ഈ ഒരു ബോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നവംബർ ലിസ്റ്റിംഗ് എന്ന് കാണിച്ചിരുന്നതാണ് നവംബറിൽ. ഡിസംബറായി നോക്കുമ്പോൾ ഡിസംബറിലാണ് ലിസ്റ്റിംഗ് എന്ന് കാണിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ജനുവരി ആകുമ്പോഴാണ്, ഇപ്പോൾ നോക്കുമ്പോൾ ജനുവരിയിലാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സീഡിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ബൈനാൻസുമായിട്ടൊക്കെ പാർട്ണർഷിപ്പ് ഉണ്ട് നിലവിൽ. പക്ഷേ ഇനി എന്നാണ് ആ പാർട്ണർഷിപ്പ് കാര്യങ്ങളൊക്കെ പോവുക എന്നറിയില്ല. കാരണം അങ്ങനെ ലേറ്റാക്കി പോകുന്നുണ്ട്. ജനുവരി മാസത്തിൽ ലിസ്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഈ ഒരു ടെലഗ്രാം പ്രൊജക്റ്റുകളിൽ ഭൂരിഭാഗം പ്രൊജക്റ്റുകളിലും ഒരു യൂസേഴ്സും ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഈ ഒരു മാസം ഡിസംബർ മാസം നോക്കുകയാണെങ്കിൽ വളരെ മോശം മാസമായിട്ടാണ് ക്രിപ്റ്റോ മാർക്കറ്റ് കാണാൻ പറ്റുക. കാരണം ആദ്യം കോണ്ടൻ ചിപ്പ് ഗൂഗിൾ കൊണ്ടുവന്നു, അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ ക്രാക്ക് ചെയ്യാൻ പോവാണ്, ക്രിപ്റ്റോ കറൻസി എൻഡായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് ന്യൂസുകൾ വന്നു. അതോടെ തന്നെ എന്തായിട്ടുണ്ടായിരുന്നു, വലിയൊരു പാനിക് മാർക്കറ്റിൽ വന്നു. അതിനുശേഷം FOMC മീറ്റിംഗ് വന്നു, അതിലും വലിയൊരു പാനിക് വന്നു. FOMC മീറ്റിങ്ങിൻ്റെ പാനിക്കൊന്നും വലിയ കാര്യമില്ല. ട്രംപ് ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ നെഗറ്റീവ് ന്യൂസുകളെല്ലാം പോസിറ്റീവായിട്ട് മാറും. നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ബനാനൻ്റെ അപ്ഡേറ്റ് ഇല്ല എന്നുള്ള കാര്യം. നിങ്ങൾ മനസ്സിലാക്കുക, ബനാന എന്ന് പറയുന്നത് കാർവ് ഡെവലപ്പ് ചെയ്തൊരു ഗെയിം മാത്രമാണ്. അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ പീൽസ്, അതായത് ഈ പഴത്തിൻ്റെ തൊലി കളക്ട് ചെയ്യാനാണ്. ഈ തൊലിക്കാണ് വില. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. ലിസ്റ്റിംഗ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ വരാൻ ഇനി ഒരുപാട് സമയം എടുക്കും. കാരണം കാർവിൻ്റെ സ്റ്റേക്കിംഗ് ഒക്കെ എന്തായി, ഇപ്പോൾ നമുക്ക് കാർവിൻ്റെ വളരെ നല്ല എയർ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാർവിനെ പറ്റി ഞാൻ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നല്ല എയർ ഡ്രോപ്പ് ഏൺ ചെയ്തവരുണ്ട്. ഈ ഒരു ഡോക്സിന് ശേഷം ഡോക്സിനേക്കാൾ വലിയ എയർ ഡ്രോപ്പ് എനിക്ക് കിട്ടിയത് കാർവ് എന്നാണ്. ആ ഒരു കാര്യം പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. പലർക്കും കാർവിൻ്റെ എയർ ഡ്രോപ്പ് കിട്ടിയപ്പോൾ $1000 അതുപോലെ തന്നെ 600, 500 ഒക്കെ കിട്ടിയവരുണ്ട്, ₹1 പോലും മുടക്കാതെ. അതാണ് കാർവിൻ്റെ ഡ്രോപ്പിൻ്റെ ഗുണം. അപ്പോൾ കാർവ് ഇപ്പോൾ ലിസ്റ്റായി നല്ല രീതിക്ക് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ടോക്കൺ പോലും സെല് ചെയ്തിട്ടില്ല. എനിക്ക് കിട്ടിയ എല്ലാ ടോക്കണും ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫ്യൂച്ചറിൽ മാത്രമാണ് ആ കോയിനൊക്കെ സെല് ചെയ്യുക. കാർവിൻ്റെ ടോപ്പ് 1 ഗെയിമായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഗെയിമാണ് ഈ ബനാന എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കാർവിൻ്റെ തൊട്ട് താഴെയുള്ള എയർ ഡ്രോപ്പ് പ്രതീക്ഷിക്കാവുള്ളൂ. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബേഡ്സിൻ്റെ TG അപ്ഡേറ്റ് ആണ്. ടോക്കൺ ജനറേഷന് വേണ്ടി, അതായത് ലിസ്റ്റിംഗ് ആണ്. ബേഡ്സ് എന്ന് പറയുന്നത് സുയി ബ്ലോക്ക് ചെയിലുള്ള ബേഡ്സ് ആണ്. ടെലഗ്രാമിൽ വന്ന കോപ്പി ബേഡ്സ് അല്ല,
സൂയി ബ്ലോക്ക് ചെയിനിൽ വന്ന ബേർഡ്സിൻ്റെ അപ്ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ TG വരുന്നത് Q1 2025 അതായത് 2025 Q1 എന്ന് പറഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഈ 4 മാസത്തിനകത്തായിരിക്കും ലിസ്റ്റിംഗ് വരുന്നത് എന്നാണ് നിലവിൽ പറയുന്നത്. ഈ ബ്ലോക്ക് ചെയിനിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് പ്ലേ ടു ഏൺ എയർ ഡ്രോപ്പ് ഗെയിം ആണ് നമ്മളുടെ ബേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ വരുന്ന ഗെയിംസും അതുപോലെ തന്നെ കിടിലനായിട്ട് പെർഫോം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു എയർ ഡ്രോപ്പ് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക. ഫണ്ടിങ്ങും നല്ല ഫണ്ടിങ് നമുക്ക് ബേർഡ്സിൻ്റെ പ്രൊജക്റ്റിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ പ്രൊജക്റ്റ് മിസ്സാക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റ്സ് ആണ് ടെലഗ്രാം എയർ ഡ്രോപ്പ് പ്രൊജക്റ്റുകളെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ ഫാം ചെയ്യുന്ന ഒരുപാട് പ്രൊജക്റ്റുകളിൽ ഒരുപാട് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് സംശയം ഉണ്ടായേക്കാം. അപ്പോൾ ഞാനതൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത് മെയിൻ ആയിട്ടുള്ള മേജർ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇൻ്റർഫേസ് കുറച്ചങ്ങോട്ട് മാറി, ആ ഒരു ഓപ്ഷൻ്റെ കളർ മാറി, അത് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് അത് പറയാത്തത്. എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. മെജോറിറ്റി യൂസേഴ്സിന് സംശയങ്ങൾ വരുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. കാരണം ഒന്ന്, ലെങ്ത്താണ് വളരെയധികം ഇപ്പോൾ തന്നെ ലെങ്ത്ത് കൂടിയിട്ടുണ്ടാവും. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹെൽത്ത് കണ്ടീഷനാണ്. എനിക്ക് തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുണ്ട്. എന്നിട്ടും ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തത് ഇത്രയും കാര്യങ്ങൾ ഇനി ലേറ്റ് ആക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് മാത്രമാണ്. അതായത് ഇൻ്റർഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരുപാട് വേർട്ടസ്, അതുപോലെ ഡോട്ട് കോയിൻ, ഇതുപോലുള്ള ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. ഇവരൊന്നും ലിസ്റ്റിംഗ് ഡേറ്റോ അതുപോലെ തന്നെ മേജറായുള്ള അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ചുമായിട്ട് ചർച്ച ചെയ്യുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ എടുത്തു പറഞ്ഞ സമയം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. മേജറായുള്ള അപ്ഡേറ്റ് വരുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യാം. ഇനി അങ്ങോട്ടേക്ക് ടെലഗ്രാം ചാനൽ കൃത്യമായിട്ട് ആക്റ്റീവ് ആയിരിക്കും. ഇത്രയും ദിവസം ഹെൽത്ത് ഇഷ്യൂസും അതുപോലെ തന്നെ ഒരുപാട് ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഒരുപാട് ഡിലേ ടെലഗ്രാമിലും വന്നത്. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല, യൂട്യൂബിലായാലും ടെലഗ്രാമിലായാലും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ടെലഗ്രാം ചാനലൊക്കെ ഫോളോ ചെയ്ത് വെക്കുക. കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ മേജറായിട്ട് ഉണ്ടായിട്ടും വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ ചോദിക്കുക. തീർച്ചയായിട്ടും ഒന്നെങ്കിൽ എല്ലാത്തിൻ്റെ ആൻസർ ടെലഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എങ്കിലായിരിക്കും ഇനി എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയറും ലൈക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഇനിയും കിട്ടാനായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.